നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ഒന്നാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. SI ഓഫ് പോലീസ്, RFO, എക്സൈസ് ഇൻസ്പെക്ടർ മുതലായ തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷ. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കറണ്ട് അഫയേഴ്സിന്റെ എക്സാംസ് ഉണ്ടായിരിക്കും. അത് യൂട്യൂബ് ചാനലിലെ ഫ്രീ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിരവധി കോഴ്സുകൾ നടന്നു പോകുന്നു. ഇനി വരാനിരിക്കുന്ന ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, ഫയർമാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ ജനറൽ PSC പരീക്ഷ, VFA, കമ്പനി LGS, ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്കെല്ലാം നമ്മുടെ ആപ്പിൽ ബാച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. ഫയർമാൻ 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ അടക്കം ഡെയിലി എക്സാം ഉണ്ടായിരിക്കുവേ ആപ്പിൽ. അപ്പോൾ ജോയിൻ ചെയ്തോളാം. അതുപോലെ ലാബ് അസിസ്റ്റന്റും 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ ഡെയിലി എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആപ്പിൽ തന്നെ കിട്ടും. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാമേ. അപ്പോൾ ആൻസർ കീയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. ഓപ്ഷൻ എ ആണ് ഉത്തരം. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ തന്നിരിക്കുന്ന ഒന്നും ശരിയല്ല എന്നതാണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗം അല്ലാത്തത് 4 മാത്രമാണ്. ബാക്കി 3 ഓപ്ഷനും ശരിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ഇതിലെല്ലാം ശരിയാണ്. അപ്പം മുകളിൽ പറഞ്ഞവരെല്ലാം ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ആദ്യത്തെ പ്രസ്താവന സോവിയറ്റുമായി ബന്ധപ്പെട്ടതാണ്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ശരിയാണ്. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് ആണ് കറക്റ്റ്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? 2ഉം 4ഉമാണ്. 2ഉം 4ഉം. നിസ്സഹരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ഇത് 3ഉമാണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി തെറ്റാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. വർഷം 1907. ബാക്കി 3ഉം ശരി. 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ആദ്യത്തെ 3 ശരി. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്.
അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? അവ കൃത്യമായി ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു, എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്ത് ഉണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു പെരിഗ്ലീഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു എന്നതാണ്. അടുത്ത ചോദ്യം, ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രഫിക് ഫലങ്ങൾ, കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, ENSO സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത് എന്നതാണ് ഉത്തരം. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയുമായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഘടക മൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ലക്ഷ്യമിട്ടത്. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? നീതി ആയോഗ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനം. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നു. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന: റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. അടുത്ത ചോദ്യം, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതു പരാതികളുടെയും വകുപ്പുമാണ് രൂപീകരിച്ചത്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതാണ്? അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? കൂറുമാറ്റ നിരോധന നിയമം 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പുവൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും എന്നതാണ് ഉത്തരം. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ എന്നതാണ് പ്രമേയം. അടുത്ത ചോദ്യം, 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. നാഗാലാൻഡ്, മിസോറാം, ജമ്മു കാശ്മീർ, മേഘാലയ. 4ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്ന്? നവംബർ 26, 1949, ജനുവരി 26, 1950.
ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. കുമാരനാശാന്റെ ഏത് വരിയിലെ വരികളാണ്, ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥയിലെ വരികളാണിത്. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണിയാണ്, പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ഠ സ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? നിർമാല്യം എന്ന സിനിമയാണ്. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ സമുദ്രശിലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കിൽ ഒരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്, സ്വദേശാഭിമാനി. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കബഡിയാണ്, കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏത്? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തത് മുകളിൽ പറയുന്നവ ഒന്നുമല്ല എന്നതാണ് ഉത്തരം. കാരണം അല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ലിബർ ഓഫീസ് കാൽക്കും മൈക്രോസോഫ്റ്റ് എക്സലും ആപ്പിൾ നമ്പേഴ്സും ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ ആണ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണെന്ന് ഓർക്കുക. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിങ്ങിന് ഉപയോഗിക്കുന്നത്? വീഡിയോ കോൺഫറൻസിങ്ങിന് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ടീം, ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയാണ്. ഓക്കെ. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓൺലൈൻ ഹരാസ്മെന്റ് ഉൾപ്പെടുന്നത് സൈബർ ബുള്ളിയിങ് ആണ്, സൈബർ ബുള്ളിയിങ്. ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ലാൻ വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു, ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട് എന്നതാണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാ വർഷവും ഓഗസ്റ്റ് 23-ന് ആചരിക്കുന്നു എന്നത് ശരി. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G(m1m2)/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം എത്രയാകുന്നു? ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം that is 6.674 × 10⁻⁻11 m² kg⁻⁻1 s⁻⁻2 and പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. അടുത്ത ചോദ്യം, ആഗോളതാപന സാധ്യത ഇതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതില് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കടക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗുകൾ തിരിച്ചറിയുക. ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അബ്ഡാമേഴ്സ്, എമെക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്നും പുതിയതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ലിവർമോറിയം ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? 7.
ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും? 56. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന്റെ ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? 39. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉമാണ്. അതിന്റെ 11ാമത്തെ പദം 19683. 0.004 എത്ര മടങ്ങ് വലുതാണ്? 0.18. 45 ആണ്. അടുത്ത ചോദ്യം, ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? 1.50 rupees. ജോൺസോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6,94,575. ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? 300%. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64 ആണ്. ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 കുറയുന്നുവെങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? 80. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്ര? 1190 എന്നതാണ് ഉത്തരം. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 36. 85 × 87 × 89 × 91 × 95 × 96നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? 0. ABCDEF എന്നീ 2 മൂന്നക്ക സംഖ്യകൾ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF = 1111 എങ്കിൽ A + B + E + D + E + Fന്റെ മൂല്യം എത്രയാണ്? 31. കൃത്യമായൊരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടായിരിക്കും? 180 ഡിഗ്രി. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 18 സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്ത് നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? 17. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? 20. ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏതാണ്? ഈ തന്നിരിക്കുന്നതില് കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ 324. ടാങ്കിന്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? 1/3. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് 66 ആണ് അടുത്ത സംഖ്യ. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഇവിടെ ആറിൻ്റെയും വരാം, ആമയും വരാം. ഓക്കെ, ബോത്ത് 1 and 3 ആണ് ഉത്തരം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റീഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി ഫ്രം. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. ഡാഷ് ഡിഡിൻ they? Where is the bus stand? Said the young man. Change into indirect speech. The young man wanted to know where the bus stand was. The singer performed dash melodiously at the concert for 2 hours ആണ്. I express my strong desire to learn dash kayaking dash canoeing to know the differences. ഉത്തരം ഓപ്ഷൻ സി ആണ്, both and. അടുത്ത ചോദ്യം, there are no less than 50 packets of noodles in the carton. Correct the sentence. Option B ആണ് ഉത്തരം. There are no fewer than 50 packets of noodles in the carton. Next year, I dash guitar for 20 years. I will have been playing. Are we not going to finish the lesson today? Change into passive voice. Is the lesson going to be finished by us today? അടുത്ത ചോദ്യം, his teacher tried at correct him by giving valuable advices. Correct the sentence. His teacher tried
to correct him by giving valuable advice. Yesterday, Tim parked in a restricted area and the police dash is struck. ഇവിടെ choose the word that best completes the sentence. Impounded ആണ്. I was dash when they rang up and informed that I had won a lottery. Choose the correct idiom. ഉത്തരം on cloud 9 ആണ്. On cloud 9. Extremely happy. It was her first appearance in public as a performer in Bollywood movies. Give one word for the words in italics. ഉത്തരം ഓപ്ഷൻ സി ആണ്, debut. The company celebrated the accomplishment of all their goals. Choose the antonym of the underlined word. ഉത്തരം failure ആണ്, failure. The weather is suitable for sowing seeds. Choose a similar word for the underlined word. Suitable-ന് similar ആയിട്ടുള്ള word ഏതാണ്? Congenial. Choose the word that is spelled incorrectly. Incorrect ആയിട്ട് സ്പെൽ ചെയ്ത് entrepreneur എന്നതാണ്. Responsive voice plate means answer please എന്നതാണ് ഉത്തരം. The thieves dashed the apartment while the family was on a vacation. ഉത്തരം ഓപ്ഷൻ എ broke into. Antennas dash able cockroaches to sense their surroundings. Choose the correct prefix. ഉത്തരം n ആണ്, enable. The phenomenon of glowing seawater signifies changes in the marine environment. ഈ ഫിനോമിനൻ അതിന്റെ പ്ലൂറൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനോമിന എന്നതാണ് ഉത്തരം. താഴെ പറയുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ്? മാനക ഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷകൻ, പ്രേക്ഷക ആണ്. താക്കോൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? താക്കോൽ. താഴ് അധികം കോൽ ആണ്. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? ശരിയായ പദരൂപം വിദ്യാർത്ഥി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം എന്നതാണ്. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? പാർവതി ജായയായിട്ടുള്ളവൻ എന്നതാണ്. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം പ്രമാണം എന്നതാണ്. ഉടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് ചോദിച്ച ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയിലെ 100 ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.